എത്ര ഡിജിറ്റൽ സാക്ഷരത ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഈ തെറ്റ് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നിയമസാക്ഷരതയുടെ ഒരു കുറവാണ് ഈ വിർച്വൽ അറസ്റ്റ്, വിർച്വൽ കോടതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇതിൽ ചെന്ന് വീഴാനുള്ള ഒരു കാരണം. സാധാരണ നിലയ്ക്ക് ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസറും ഇല്ല അതിന്. നമുക്കിത് ഇവിടെ പറഞ്ഞു തീർക്കാൻ പറ്റാത്തിടത്തോളം, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തിടത്തോളം ചെറുതും വലുതുമായിട്ടുള്ള തട്ടിപ്പുകൾ ഈ സൈബർ ലോകത്ത് അല്ലെങ്കിൽ ഓൺലൈൻ മേഖലയിൽ നടക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ നിങ്ങളെ വിചാരണ ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു ഗാഡ്ജറ്റ് ഉണ്ട്, നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ തട്ടിപ്പുകാർക്ക് നമ്മുടെ അടുത്തേക്ക് എത്താനുള്ള സാഹചര്യം ഭയങ്കരമായിട്ട് കൂടി വന്നിട്ടുണ്ട്. കൊതി എന്ന് പറയാവുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ തട്ടിപ്പുകളുണ്ട്. നമ്മളുടെ പേടി അതിനെ മുതലെടുത്തുകൊണ്ടുള്ള തട്ടിപ്പുകളുണ്ട്. ഈ കേസ് ട്രയൽ നടത്തുന്നത് സുപ്രീം കോടതി ജഡ്ജി ആണ് എന്നുള്ള രീതിയിലാണ് ബോംബെയിലുള്ള ഒരാളെ പറ്റിച്ച് പണം അടിച്ചു മാറ്റിയത്. ഒട്ടുമിക്ക തട്ടിപ്പ് കേസുകളിലും പ്രതിയെ കിട്ടിയാലും പണം തിരിച്ചു കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ എമൗണ്ട് ഫ്രീസ് ചെയ്തേക്കണം, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. വിർച്വൽ അറസ്റ്റ്, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നിവ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മട്ടാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് 3 കോടിയോളം രൂപയാണ് തട്ടിപ്പുകാർ മോഷ്ടിച്ചത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് തട്ടിയെടുത്തത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അതേക്കുറിച്ചാണ് മണിമേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിജോ എം പോലോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം. നമസ്കാരം. പലതരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിച്ച് വരികയുമാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഒരു ബോധവൽക്കരണം എന്ന തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഈ ഓൺലൈനിൽ നടന്നു വരുന്നത്? ഇപ്പോൾ വിർച്വൽ അറസ്റ്റ് പോലുള്ളവ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവയിൽ എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്? നമ്മൾ ഈ കോവിഡിന് ശേഷം നമ്മൾ വളരെയധികം ഈ വിർച്വൽ സ്പേസിനോട് വളരെയധികം എക്സ്പോസ്ഡ് ആണ് നമ്മൾ. പണ്ട് ഈ ഇത്രയും സൈബർ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും എക്സ്പോസ്ഡ് ആയിരുന്നില്ല മുമ്പ് നമ്മളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ പറ്റിപ്പുകാരൻ നമ്മുടെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറ്റിപ്പുകാരൻ്റെ അടുത്ത് പോകണമായിരുന്നു. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു ഗാഡ്ജറ്റ് ഉണ്ട്, നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ തട്ടിപ്പുകാർക്ക് നമ്മുടെ അടുത്തേക്ക് എത്താനുള്ള സാഹചര്യം ഭയങ്കരമായിട്ട് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുകൾ ഏതൊക്കെ തരത്തിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണി പറയാനേ പറ്റില്ലാത്ത അത്രയും തട്ടിപ്പുകൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് തന്നെ നമ്മളുടെ ഗ്രീഡ് അല്ലെങ്കിൽ കൊതി എന്ന് പറയാവുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ തട്ടിപ്പുകളുണ്ട്. നമ്മളുടെ പേടി അതിനെ മുതലെടുത്തുകൊണ്ടുള്ള തട്ടിപ്പുകളുണ്ട്. അപ്പോൾ ഈ 2 കാറ്റഗറിയിലേക്ക് ഒതുക്കാവുന്ന രീതിയിലാണ് എല്ലാ തട്ടിപ്പുകളും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ തട്ടിപ്പുകളും എടുത്ത് പറയാൻ പറ്റില്ലെങ്കിലും ഏറ്റവും റീസെൻ്റ് ആയിട്ട് കേട്ട ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റ് പെൻഷനേഴ്സ്, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പെൻഷനേഴ്സ്, അവർക്ക് എവരി ഇയർ ഈ ഇത് കൊടുക്കണം, ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ചെന്ന് ഹാജരാവണം എന്നാണ്. അതായത് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഈ ഗവൺമെന്റ് അതോറിറ്റീസിനെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലൈഫ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ജീവൻ പ്രമാൺ പത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഏകജാലക സംവിധാനം പോലെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ ഈ ഡാറ്റ എവിടെ നിന്ന് ചോർന്നേക്കണമെന്ന് അറിയില്ല. കൃത്യമായിട്ട് പെൻഷനേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പെൻഷൻ ഇത്രയല്ലേ, നിങ്ങൾ ഇന്ന സർവീസിൽ നിന്നല്ലേ റിട്ടയർ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ അതിൽ കൺവിൻസ്ഡ് ആവുകയും അവസാനം ഒരു OTP ചോദിക്കും. ആ OTPയോട് കൂടി ഇവരുടെ ബാങ്ക്, സേവിങ്സ് ബാങ്കിൻ്റെ കൺട്രോള് ഈ ഫ്രോഡ്സ്റ്റേഴ്സ് ഏറ്റെടുക്കുകയും ഫണ്ട് പോവുകയും ചെയ്യണ അത് വ്യാപകമായിട്ട് ഈയിടെയായിട്ട് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ പോലും അത്തരത്തിലുള്ളൊരു കാര്യം വായിച്ചിരുന്നു. പിന്നെ നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിഴകളെല്ലാം ഇപ്പോൾ ഈ വാഹന ഉടമകളെ അറിയിക്കുന്ന പോർട്ടൽ വഴി നമുക്ക് SMS ആയിട്ടും വാട്സാപ്പ് ചാനലുകളിലൂടെയൊക്കെ അറിയിക്കുന്ന സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ മിമിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളെ, അപ്പോൾ ഇത്ര രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ് ലിങ്ക് തന്നിട്ടുണ്ടാവും. നമ്മൾ ആ ലിങ്കിൽ കയറി കാശടയ്ക്കും. സത്യത്തിൽ മോട്ടോർ വാഹന വകുപ്പായിട്ട് അതിന് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആളുകളുടെ അതിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോകുന്നത് ഒരാളുടെ 1000 രൂപ, 1500 രൂപ, 500 രൂപയൊക്കെ ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പെൻഷനേഴ്സിന്റെ കേസിൽ വലിയ എമൗണ്ട് ഇൻവോൾവ് ആണ്. മറ്റേ ഇതിൻ്റെ അകത്ത് ആരും ഇപ്പോൾ ഒരു കംപ്ലൈന്റിന് പോലും പോകില്ല. 500 രൂപ പോയി മണ്ടത്തിൽ ആരോടും മിണ്ടാതിരിക്കാം എന്ന് വിചാരിക്കും. ഇത് രണ്ടും ഈ അടുത്തിടയ്ക്ക് കേട്ട കാര്യങ്ങളാണ്.
ഇത് എന്താ പറയുക, പേടിയെ ആണ് അതിൻ്റെ അകത്ത് അവർ മുതലെടുക്കുന്നത്. അതുപോലെ കൊതി. നമ്മൾ ഈയിടെയായിട്ട് നമ്മൾ ഓൺലൈനിൽ എവിടെ നോക്കിയാലും കാണാം, പ്രധാനമന്ത്രി നമ്മളോട് പറയുന്നു വലിയൊരു ജനക്ഷേമ പദ്ധതി ഞങ്ങൾ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നമ്മളോട് പറയുന്നു വലിയൊരു ധനകാര്യ പദ്ധതി, ആളുകൾക്ക് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. പിന്നെ ഈ സെലിബ്രിറ്റീസ് പലരും പറയുന്നതുണ്ട്, നമ്മളുടെ ബിസിനസ്, നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ് രംഗത്തുള്ള അദാനി, അംബാനി, അതുപോലെ ടാറ്റ, മരിക്കുന്നതിന് മുമ്പ് ടാറ്റ, നാരായണമൂർത്തിയുടെ വൈഫ് സുധാമൂർത്തി, ഇവരൊക്കെ നമ്മളുടെ അടുത്ത്, പക്ഷെ എല്ലാത്തിൻ്റെയും ത്രെഡ് ഒന്ന് തന്നെയാണ്. 21,000 രൂപ അല്ലെങ്കിൽ 22,000 രൂപ. ക്വാണ്ടം AI എന്ന് എന്തോ ആണ് ആപ്പിൻ്റെ പേര് പറയുന്നത്. ക്വാണ്ടം AI എന്ന് പറഞ്ഞൊരു ആപ്പ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 21,000 രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 60,000 രൂപ, 50,000 രൂപ മുതൽ 60,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാം. ഒരു മാസം 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ഏൺ ചെയ്യാം. അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാവരെയും കോടീശ്വരന്മാരാക്കും എന്നുള്ള ഒരു രീതിയിലാണ് അത് പ്രചരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഫാക്ട് ചെക്കുകൾ, വിവിധ മാധ്യമങ്ങളുടെ ഫാക്ട് ചെക്കുകളൊക്കെ അത് തെറ്റാണെന്ന് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് അന്ന് ഈ 21,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണോടുകൂടി ആ 21,000 രൂപയുടെ കഥ തീർന്നു. അങ്ങനെ കാരണം എനിക്ക് ഒരു കുറഞ്ഞതൊരു 25 ക്ലയൻസ് എങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ സ്കീം ശരിയാണോ. അപ്പോൾ അത് വലിയൊരു ഇതാണ്. പിന്നെ നമ്മൾ FB തുറന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അകത്ത്, ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ 50 വയസ്സുള്ള സമയത്ത് ഈ ഷെയർ റെക്കമെൻഡ് ചെയ്തതാണ്, ഇപ്പോൾ അത് 1200-ലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഈ റോക്കറ്റ് പോലെ കുതിച്ചേരുന്ന സ്റ്റോക്കുകൾ, സ്ഥിരമായിട്ട് അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകളെ പറ്റിയുള്ള ടിപ്സ് ഞങ്ങൾ തരാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളോട് ഉപദേശിക്കുന്ന രീതിയിലായിരിക്കും ഈ പോസ്റ്റ്. വൺസ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർക്കുക. ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് വിവിധ തരത്തിലുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും. അതിൽ നഷ്ടം പറ്റിയവർ ഉണ്ടാവും. അപ്പോൾ ആ നഷ്ടം പറ്റിയവരോട് പറയും ഇത് ഇമ്മീഡിയറ്റ് ഒന്നും ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾ പറയും ഞാൻ തുടങ്ങിയ സമയത്ത് വളരെ നഷ്ടമായിരുന്നു, പിന്നെയാണ് എനിക്ക് ഭയങ്കര ലാഭം കിട്ടിയത്. 2 ദിവസം കഴിയുമ്പോൾ ഈ നഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് പറയും സോറി, ഞാനത് തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് ഉണ്ടായ ക്യൂരിയോസിറ്റിയിൽ സംഭവിച്ചാണ്, ഇപ്പോൾ എനിക്ക് ഇന്ന് ഇത്രയും ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഒരു നഷ്ടം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസം, അതെ, ഈ ഒരു ലാഭം ഉണ്ടായി എന്ന് പറയണേക്കാളും എനിക്ക് നഷ്ടം ഉണ്ടായി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിരുന്നു, ഇപ്പം എനിക്ക് ലാഭം കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ ഒരു നഷ്ടം സംഭവിക്കുന്നത് ഒരു റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ അതിലേക്ക് നമ്മളെ പതുക്കെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അതിലേക്ക് അട്രാക്ട് ചെയ്യും. അവർ നമുക്കൊരു പ്ലാറ്റ്ഫോം തരും. ആ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വേണ്ടി അവർ വാങ്ങുന്നു എന്ന് പറയുന്ന ഷെയർ ഈ പറഞ്ഞ പോലെ അപ്പർ സർക്യൂട്ട് അടിക്കുന്ന ഷെയർ ആയിരിക്കും. പക്ഷെ അത്തരത്തിലൊരു ഷെയർ നമുക്ക് വേണ്ടി അവർ വാങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ കാണുന്നതാണ് ഇന്ന് നമുക്ക് വേണ്ടി അവർ വാങ്ങിയേക്കുന്നത് ഈ അപ്പർ സർക്യൂട്ട് അടിച്ച ഷെയർ ആണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ എമൗണ്ട് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും നമ്മൾ ഇട്ട് കൊടുത്ത പണവും ഇല്ല, ഈ വാട്സാപ്പ് ഗ്രൂപ്പും ഇല്ല, അത്തരത്തിൽ വരുന്നത്. ഈ തരത്തിൽ ആളുകളെ അട്രാക്ട് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എടുത്താൽ നമ്മുടെ മലയാളത്തിൽ തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ ഒത്തിരി ആളുകൾ അവരെ ഫോളോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ക്യൂ തന്നെ അവരുടെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ഭയങ്കര വിശ്വാസ്യതയുണ്ട് നമ്മുടെ ആളുകളുടെ ഇടയിൽ. ഈ ഞാൻ പറഞ്ഞ ടാറ്റയും ബിർളയൊന്നും പറയണേക്കാളും ഈ പറഞ്ഞ ആളുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവരെ ഫേക്ക് ചെയ്തുകൊണ്ട്, ഇത് ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഒരാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭാഷണം കയറ്റി ഇറക്കി വിടുന്നതാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ പേരിൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ മുതൽ അതും നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ അല്ല എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ 3-4 എണ്ണി പറഞ്ഞെന്നുള്ളൂ. നമുക്കിത് ഇവിടെ പറഞ്ഞു തീർക്കാൻ പറ്റാത്തിടത്തോളം, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തിടത്തോളം ചെറുതും വലുതുമായിട്ടുള്ള തട്ടിപ്പുകൾ ഈ സൈബർ ലോകത്ത് അല്ലെങ്കിൽ ഓൺലൈൻ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ കോടതി, ഈ ഓൺലൈൻ കോടതികളൊക്കെ. അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയുന്ന ഒരു സംഭവം, അതായത് മട്ടാഞ്ചേരിയിൽ ഉണ്ടായത് ഒരു വെർച്വൽ അറസ്റ്റും അത് കോടതിയിലെ വിചാരണയും ഒക്കെ ആയിരുന്നു. അതായത്
കോടതി വിചാരണ, അതുപോലെ വിർച്വൽ അറസ്റ്റ്, സൈബർ പോലീസ് സ്റ്റേഷൻ, ഇത് എല്ലാം ഈ രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് നമ്മൾ പണ്ട് അതുപോലെ രംഗപടം തയ്യാറാക്കി അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി ഇരുന്ന് സംസാരിക്കുന്ന ട്രയലുകൾ, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെതായ എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ട് അതിലിരുന്നിട്ട് നമ്മളോട് വീഡിയോ കോളിൽ സംസാരിക്കുന്ന പോലീസുകാർ, അതൊക്കെയാണ് അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ള ഒരു നിയമങ്ങളിലും ഈ വിർച്വൽ അറസ്റ്റ്, അതുപോലെ വിർച്വൽ കസ്റ്റഡി, അല്ലെങ്കിൽ വിർച്വൽ കോടതി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിർച്വൽ കോടതി പ്രൊസീജിയർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് അഗേൻസ്റ്റ് ഒരു കേസ് ഉണ്ടാവണം. അല്ലാതെ ഒരു സുപ്രഭാതത്തില് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ നിങ്ങളെ വിചാരണ ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോ അത് മാത്രമല്ല, വീട്ടിലിരിക്കുന്ന ഒരാളെ കോടതിയിൽ നിന്ന് വിർച്വൽ കോർട്ടിൽ വിളിച്ച് ആരും അങ്ങനെ ചെയ്യില്ല. അതായത് ഒരു നിയമത്തിന്, ഏതൊരു നിയമത്തിനും അതിന് ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായി എഴുതി വെച്ച പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനപ്പുറത്ത് ജയിലിലുള്ള പ്രതികളെയാണ് ഓൺലൈൻ വിചാരണ ചെയ്തിട്ടുള്ളത്. ഇതില് സംഭവിച്ചത് ഇപ്പൊ നമ്മൾ നേരത്തെ കോവിഡിനെ റെഫർ ചെയ്തല്ലോ. അതായത് ഈ കോവിഡോടുകൂടി നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ വെർച്വൽ ക്ലാസ് റൂം, വെർച്വൽ കോടതി, ഫേസ്ലെസ് അസസ്മെന്റ്, അത്തരത്തിൽ വിർച്വലായിട്ട് ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതൊരു ന്യൂ നോർമലിൽ വിർച്വൽ സംഗതികൾ ഒരു സത്യമാണെന്നുള്ളൊരു ധാരണയിലേക്ക് ആൾക്കാർ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ നേരത്തെ കൊതി പേടി പറഞ്ഞാൽ ഇതിലൊരു പേടിയുടെ ലൈനിലാണ് ഇത് നിൽക്കുന്നത്. സാധാരണ നിലയ്ക്ക് ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ആൻസറും ഇല്ല അതിന്. പക്ഷേ ഇപ്പോൾ ആരായാലും, ഇപ്പോൾ ശ്രീജിത്ത് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഇതിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചർച്ച ചെയ്ത് ഇത് ഒരു അത്യാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പേടിക്കില്ലായിരിക്കും. ഈ തട്ടിപ്പ് തുടങ്ങിയ കാലഘട്ടത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ എന്നെ ആദ്യമായിട്ട് വിളിച്ച സമയത്ത് ഒരു ലോക്കൽ ഹിന്ദിയിലാണ് സംസാരിച്ചത്. അത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല, നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസാരിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം ഈ അതേ ഫ്രോഡ്സ്റ്റേഴ്സ് ആണോ, അതേ മെത്തേഡിൽ ഫ്രോഡ് ചെയ്യണവരാണോ എന്നെ വിളിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ലക്നൗ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ പേരിലൊരു ലേബർ കേസ് ഉണ്ട്, എനിക്കൊരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ട്, അവിടെ ഒരു എംപ്ലോയി എനിക്ക് അഗേൻസ്റ്റ് ലേബർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഓർഗനൈസേഷനും ഇല്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് അഗേൻസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാ, എനിക്ക് നോട്ടീസ് അയക്കൂ. അപ്പോൾ ഇയാൾ എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി, നിങ്ങൾ കോൺസിക്വൻസസ് ചെയ്യാൻ പറഞ്ഞു. അതെ, കോൺസിക്വൻസ് ഫേസ് ചെയ്യാന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ അത് അദ്ദേഹം വെച്ചിട്ട് പോയി. അപ്പം ഇതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിയമസാക്ഷരതയുടെ ഒരു കുറവാണ് ഈ വിർച്വൽ അറസ്റ്റ്, വിർച്വൽ കോടതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇതിൽ ചെന്ന് വീഴാനുള്ള ഒരു കാരണം. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും അല്പം എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ കുറച്ച് കള്ളപ്പണം ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈക്കൂലി വാങ്ങുന്നവരോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ വീഴും. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ശുദ്ധഗതിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് സമൂഹത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ പേരിൽ ഒരു വാർത്തയും പ്രശ്നമോ വേണ്ട എന്നൊക്കെ ഉള്ള ധാരണയിലായിരിക്കും ഇതിന് വഴിപ്പെട്ട് പോണത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളിതിന് അവയർനെസ്സിന്റെ കുറവാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഫോൺ കോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോളർ ട്യൂൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ഈ ഇതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ്. കാരണം കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട്. ഇത്തരം ക്യാമ്പയിൻ ഒരു ദിവസം നടക്കുന്നു. ഇതിനെതിരെയുള്ള ബോധവൽക്കരണ വീഡിയോകളൊക്കെ പലയിടത്തും വ്യാപകമായിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഇത് ലഭ്യമാണ്. എന്നിട്ടും ഈ തട്ടിപ്പുകൾ ആവർത്തിക്കുന്നു അല്ല, ഒന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളുടെ ബ്രെയിനിലേക്ക് പോകുന്നില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വാർത്തകൾ ഇപ്പോൾ അരിക്കൊമ്പനെ നാട് കടത്തുന്ന വാർത്ത നമ്മൾ ജസ്റ്റ് അത് കേട്ടാൽ അത് അവസാനിപ്പിക്കാവുന്ന വാർത്ത, അതിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈംഗിക ആരോപണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടനും സിനിമാ നടിയും തമ്മിലുള്ള വിവാദം, അതിനൊന്നും നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ വാർത്ത നമ്മൾ സാഹൂതം വായിക്കണം, അല്ലെങ്കിൽ സാഹൂതം കാണണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് തട്ടിപ്പുകാർ നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊരു ധാരണ, മിനിമം ധാരണ നമുക്കുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ ഇത് നമ്മൾ ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണല്ലോ ഇവൻ വന്നിട്ട് നമ്മളുടെ അടുത്ത് ഈസി ആയിട്ട് നമ്മളുടെ ലൈഫിലേക്ക്
ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഒന്ന് നിയമസാക്ഷരത ഇല്ല, ഇങ്ങനെ ഇന്ന പ്രൊസീജിയറുകൾ അനുസരിച്ചിട്ടാണ് ഇത് പോണെന്ന് ആളുകൾക്ക് അറിയില്ല. രണ്ടാമത്തെ പ്രശ്നം ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരിയിൽ ഉണ്ടായ ആ സംഭവത്തിൽ തന്നെ 2,88,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ്, ഈ വിർച്വൽ അറസ്റ്റിലായി എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു ചേതോവികാരം എന്താണ് അവരുടെ? ഒന്ന്, അവർ ഈ നാട്ടിൽ നടക്കുന്നത് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് അവർക്ക് നിയമസാക്ഷരത ഇല്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് അവരുടെ കയ്യിൽ അതിന് കൊടുക്കാൻ പാകത്തിനുള്ള പണം അവർ ഈസിലി ട്രാൻസ്ഫറബിൾ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ അത് നമ്മൾ ലിക്വിഡ് ക്യാഷ് ഉണ്ടെങ്കിൽ അലമാരിയിൽ അടച്ചു വെക്കണ പോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ ഇരിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കോറായിട്ട് പറയാനുള്ളത് അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള ഒരു നിയമത്തിലും ഡിജിറ്റലായിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥയില്ല. അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് നിങ്ങളോട് ഏതെങ്കിലും ഒരു ആള് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞോ, ധൈര്യമായിട്ട് നിങ്ങൾ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ, ഇന്ന നമ്പറിൽ നിന്ന് എനിക്ക് ഇങ്ങനെ കോൾ വന്നു, എന്നെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ പോലീസ് നിങ്ങളെ സംരക്ഷിക്കും. അത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി എന്തായാലും നിങ്ങൾ പെട്ടു എന്ന് പറയുന്ന വലിയൊരു ക്രൈമിൽ ആണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറയണത്. ആ ഒരു ക്രൈമിൽ പെട്ട് നിങ്ങൾ പെടാൻ പോകുന്ന ഒരാൾ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു വെച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ല. ഡിജിറ്റൽ അറസ്റ്റിൽ ചെന്ന് പെട്ട ഒരാൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ അറസ്റ്റിലായാലും ഇതിനേക്കാൾ ഭേദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെയൊക്കെ എല്ലാ പ്രായ ഗ്രൂപ്പുകളിലുള്ള ആളുകളെയും ഈ തട്ടിപ്പുകാർ വിളിക്കുമായിരുന്നു. ഇപ്പോൾ പ്രായമായവരെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇവരുടെ ഒരു തട്ടിപ്പ് നടക്കുന്നത് എന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇനിഷ്യലി അങ്ങനെ ഇല്ലായിരുന്നു. ഇനിഷ്യലി നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ തട്ടിപ്പുകാർ ആരെയൊക്കെയാണ് വലവീശി പിടിച്ചതെന്ന് ആലോചിച്ചാൽ ബിഷപ്പുമാര്, പള്ളിയിലച്ചന്മാര്, വലിയ സന്യാസിമാര്, സംഗീത സംവിധായകൻ, നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ്, അതുപോലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ, CBI ഓഫീസർമാരെ വരെ ഒരു സംഭവത്തിൽ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ജഡ്ജിയാണ് ട്രയൽ ചെയ്യണമെന്നുള്ള രീതിയിൽ, അതായത് ഈ കേസ് ട്രയൽ നടത്തുന്നത് സുപ്രീം കോടതി ജഡ്ജി ആണ് എന്നുള്ള രീതിയിലാണ് ബോംബെയിലുള്ള ഒരാളെ പറ്റിച്ച് പണം അടിച്ചു മാറ്റിയത്. അത് വലിയൊരു വ്യവസായിയാണ്, ചെറിയ ഒരാളൊന്നുമല്ല, വലിയൊരു വ്യവസായിനെ 18 കോടി രൂപ മറ്റാണ് അതിൽ പറ്റിച്ചത്. അപ്പോൾ ഒരു ലെവൽ ആളുകളെല്ലാം ഇതിനെപ്പറ്റി അവെയറായി. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ച് അവിടെ ഒന്നും ഇത് പെനിട്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റണത് കുറച്ചും കൂടി വൾണറബിൾ ആയിട്ടുള്ള കാറ്റഗറിയെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള കാറ്റഗറി എന്ന് നോക്കുമ്പോൾ ഈ പെൻഷനേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വലിയ ഈ സൈബർ ലോകത്തെ കാര്യങ്ങളെ പറ്റി വലിയ ധാരണയില്ല. എന്നാൽ അവരവരുടെ പെൻഷനെ പറ്റി വളരെ ഇപ്പൊ നമ്മൾ ഈ പെൻഷന്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പെൻഷനെ പറ്റി അവർ വളരെ കൺസേൺഡ് ആണ്. അപ്പോൾ വിളിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കണ ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ കാറ്റഗറി മാറ്റി അവർ കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റണ ഒരു കാറ്റഗറി എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷെ അവരെ തിരഞ്ഞെടുത്തേക്കണം. അതായത് ഈ സൈബർ ലോകത്തെ ഉള്ളുകളികളെ പറ്റി വലിയ ധാരണയില്ലാത്തവരും എന്നാൽ കയ്യിൽ പണം കിടക്കുകയും ഈസി ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് OTP അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് വാങ്ങാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു കാറ്റഗറിനെ അവർ തപ്പിപ്പിടിച്ചെടുത്തതായിരിക്കും. ഞാനിതിൻ്റെ ഒരു രസകരമായ കാര്യം പറയാം. ഞങ്ങൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് OTP കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ID ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വിളിക്കുന്നതിൽ ഒരു 50% പേരാണ് നിങ്ങൾ ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത്, എന്തിനാണ് OTP ചോദിക്കണമെന്ന് ചോദിക്കുള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചു കഴിയുമ്പോൾ തന്നെ OTP പറഞ്ഞു കൊടുക്കുന്നവരാണ്. അപ്പോൾ OTPയുടെ കാര്യത്തിൽ ഇപ്പോഴും ആളുകൾ പൂർണ്ണമായിട്ട് കുറേ അധികം പേര് നമ്മളുടെ ഓഫീസിൽ നിന്നാണെന്ന് ഉറപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ പോലും ഒരു ഇത് എവിടെ നിന്നാണ്, ഞാൻ നിങ്ങളുടെ സാറിനോടൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് നിങ്ങൾ ഇൻറ്റിമേഷൻ തന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു OTP വരും, അങ്ങനെ ആരും ചോദിക്കാറില്ല. എല്ലാവരും OTP അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെയും ഈ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ് നമ്മുടെ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളതിൽ. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവരുടെ പണം ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലെ അക്കൗണ്ടുകളിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്തു പോവുക. ഇങ്ങനെ തട്ടിപ്പിന് ഇരയായി നഷ്ടപ്പെടുന്ന തുക തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള യാത്രയാണ് ഈ പണത്തിൻ്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ലെയർ കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല.
ഇപ്പോൾ നമ്മളെ ഇനിഷ്യലി പറ്റിക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ഈ എൻ്റയർ എമൗണ്ട് പോകും. അവിടുന്ന് അയാൾ അടുത്ത ലെയറിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. ആ ലെവലിൽ നിന്ന് അടുത്തതിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് റിക്കവർ ചെയ്ത്, അതായത് കാരണം ഇതൊരു പല ബാങ്കുകൾ അതായത് ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഒരു ബാങ്കിലോ ഒന്നും അല്ലല്ലോ, പല ബാങ്കുകളിലേക്ക്. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് പറ്റിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലെവലിൽ അത് 10 അക്കൗണ്ടിലേക്ക് പോകും. അടുത്ത ലെവലിൽ ഈ 10 അക്കൗണ്ടിൽ നിന്ന് മറ്റ് അക്കൗണ്ടുകളിലേക്ക് പോകും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ എല്ലാം കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിന് ദിവസങ്ങളോ മാസങ്ങളോ വേണ്ടി വരും. പക്ഷെ അപ്പോഴത്തേക്കും ഈ ഫണ്ട് അവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ റിക്കവർ ചെയ്യും? അതൊരു പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒട്ടുമിക്ക തട്ടിപ്പ് കേസുകളിലും പ്രതിയെ കിട്ടിയാലും പണം തിരിച്ചു കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഇത്തരം തട്ടിപ്പ് കേസുകളിൽ പോയ പണം എല്ലാം 90% പോയത് തന്നെയാണ്. വളരെ അപൂർവമായിട്ടൊക്കെ ഈ മൊത്തം ചിലപ്പോൾ 600 കോടിയുടെ തട്ടിപ്പിൽ 6 കോടിയായിരിക്കും ഫ്രീസ് ചെയ്യാൻ പറ്റണത്. ആ 6 കോടി ഈ തട്ടിപ്പിൽ പെട്ടവർക്ക് എല്ലാവർക്കും കൂടി വീതം വെച്ച് കൊടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗങ്ങളും അതിലില്ല. അപ്പോൾ പിന്നെ അത്തരത്തിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. സാധാരണ ഇതിൽ ഇത്തരം തട്ടിപ്പുകൾ എല്ലാം നമ്മളെ ഇരയായി കഴിഞ്ഞാൽ എത്രയും വേഗം വിത്തിൻ 1 അവർ അല്ലെങ്കിൽ വിത്തിൻ 3 അവർ 3 അവർ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയം നീണ്ടുപോയി. ഈ സംഭവം ഉണ്ടായി ഇമ്മീഡിയറ്റ് നമ്മൾ പോലീസ് അതോറിറ്റീസിനെ അറിയിക്കുക. ചിലപ്പോൾ ആ ഒരു പക്ഷേ അപ്പോൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പണം നമുക്ക് ഒരു പക്ഷേ തിരിച്ചു പിടിക്കാൻ ഉടനെ ഒന്നും പറ്റിയില്ലെങ്കിലും മുന്നോട്ട് പോകാതെ പിടിച്ചിടാൻ ചിലപ്പോൾ പറ്റിയേക്കും. ഫ്രീസ് ചെയ്തതിനെ കുറിച്ച് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം, ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കോളുകളും വരാറുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പണം എടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് വിളിച്ചു പറയുമ്പോൾ സാധാരണ മട്ടിൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരാൾ വെറുതെ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുകയാണ്. ഈ ഫ്രീസ് ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മട്ടാഞ്ചേരി ആ ലേഡി, അതാ 2,88,00,000 രൂപ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുവാണ്, നിങ്ങൾ ഇത്ര രൂപ നിങ്ങളുടെ എമൗണ്ട് മുഴുവൻ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് അവരുടെ ഡയറക്ഷൻ. അതാണ് ഈ സൈബർ തട്ടിപ്പുകാരുടെ ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ. അതാണ് സത്യത്തിൽ നമുക്ക് ഫ്രീസിങ് GST ആക്ട് അനുസരിച്ച് ഫ്രീസിങ് ഉണ്ട്, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഫ്രീസിങ് ഉണ്ട്, PMLA, FEMA, SEBI, അതുപോലെ അത്തരത്തിലുള്ള ഈ നമ്മുടെ നികുതി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിലെല്ലാം ഫ്രീസിങ് ഉണ്ട്. ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഡെബിറ്റ് ഫ്രീസിങ് ആയിരിക്കും. അപ്പോൾ അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. പക്ഷെ പുറത്തുനിന്ന് അതിലേക്ക് വരുന്ന ഫണ്ടിന് തടസ്സമില്ല. ഇനി ചില കേസുകളിൽ ക്രെഡിറ്റും ഡെബിറ്റും ഫ്രീസ് ചെയ്യും. അപ്പോൾ വലിയൊരു തട്ടിപ്പിൽപ്പെട്ട അക്കൗണ്ടാണ്, ഇതുപോലെ തന്നെയുള്ളൊരു തട്ടിപ്പ് അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രെഡിറ്റും ഫ്രീസ് ചെയ്യും. കാരണം ആളുകളുടെ പണം അതിലേക്ക് വരുന്നത് തടയാന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ചില കേസുകളിൽ ഡെബിറ്റ് ഫ്രീസ് ചെയ്യും, ചില കേസുകളിൽ ക്രെഡിറ്റ് ഫ്രീസ് ചെയ്യും. ഇനി ഈ ഗവൺമെൻറ് ഡ്യൂസ് പിരിച്ചെടുക്കുക, ഇപ്പോൾ ടാക്സ് ഡ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെൻറ് ഡ്യൂസ് പിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഫ്രീസിങ് പോലെ ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എൻ്റയർ എമൗണ്ട് ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലാണെങ്കിൽ പോലും ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കുന്നത്, ആ നടപടികൾ തീരാതെ ഒരു കാരണവശാലും നമുക്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ശരിക്കും ഫ്രീസിങ് എന്ന് പറയുന്നത്. അത് നടപടി തീർന്നു കഴിഞ്ഞ് ഒരു റിലീസ് ഓർഡർ വന്നു കഴിയുമ്പോഴത്തേക്കും ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഡീഫ്രീസ് ചെയ്തോളാൻ പറഞ്ഞ്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് എക്സ്ചക്കറിലേക്ക് പോയായിരുന്ന എമൗണ്ട് തിരിച്ച് ഇതിലേക്ക് അതിൻ്റെ ഡ്യൂസും കഴിച്ചിട്ടുള്ള എമൗണ്ട് ഇതിലേക്ക് തിരിച്ചു വരും. അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാത്തിനും വ്യവസ്ഥാപിതമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അല്ലാതെ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ എമൗണ്ട് ഫ്രീസ് ചെയ്തേക്കണം, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് തട്ടിപ്പാണെന്നുള്ളതാണ്. ഇത്തരം ഒരു തട്ടിപ്പിന് ഇരയായി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? തട്ടിപ്പിന് ഇരയായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ മൊമെൻറ്റിൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കരുത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞുള്ള കളിയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഡിജിറ്റൽ അറസ്റ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. ഡിജിറ്റൽ അറസ്റ്റിനെ നിങ്ങൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക.
ഇനി അല്ലാതെ നിങ്ങൾ തട്ടിപ്പിൽ പെട്ടു, നിങ്ങളുടെ പണം പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നതുകൊണ്ട് കാര്യമായ കാര്യങ്ങളില്ല. മിക്കവാറും എല്ലാ സിറ്റികളിലും സൈബർ പോലീസ് സ്റ്റേഷനുകളുണ്ട്. സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം അറിയിക്കുക. അതുകൂടാതെ നമ്മുടെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1930 ആണ്. 1930 നമ്മൾ ഈ കാര്യം വിളിച്ചറിയിക്കുക. പിന്നെ അവരുടെ മെയിൽ ഐ ഡി നമുക്ക് അവൈലബിൾ ആണ്. ആ മെയിൽ ഐ ഡിയിലേക്ക് ഈ സംഭവങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഈ നമ്മൾ ഇതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല, നമ്മൾ ചിലപ്പോൾ പാനിക്കായി പോകും, വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറയാം. അപ്പോൾ അവർ നമ്മളെ സഹായിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് ഒട്ടും, നമ്മളിപ്പോൾ പാമ്പ് കടിച്ചാൽ പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ തലമുടി ചെയ്യാൻ പോകില്ലല്ലോ, നേരെ ആശുപത്രി പോകാനാണ് നോക്കുള്ളൂ. ലുങ്കി എടുത്തിട്ട് നിൽക്കുമ്പോഴാണ് പാമ്പ് കടിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അന്നൊന്ന് ഷർട്ട് ഇട്ട് തലമുടിയൊക്കെ ചെയ്യേക്കാം എന്ന് വിചാരിക്കില്ല. നേരെ ഒരു കെട്ടുന്നു ആശുപത്രി പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, ഒന്നും നോക്കില്ല, ഏത് കണ്ടീഷനിലാണെന്ന് നോക്കില്ല, നേരെ എടുത്ത്. അത് ഇതിനാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്, സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. ഈ ഗോൾഡൻ അവറിൽ നമ്മൾ നമ്മളുടെ പോലീസ് സംവിധാനങ്ങളെ ഈ കാര്യം അറിയിക്കുക. അവർക്ക് ഈ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം സത്യസന്ധമായിട്ട്, ചിലപ്പോൾ അതല്ലാത്ത പല കോൺസിക്വൻസും ഉണ്ടാവും. നമ്മൾ ഈ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എമൗണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇൻകം ടാക്സിൽ കാണിച്ചതായിരിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കാണും. പക്ഷേ ആ കോൺസിക്വൻസ് ഒക്കെ നമുക്ക് പിന്നെ ഫേസ് ചെയ്യാം. സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഈ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിനെ കൃത്യമായിട്ട് അറിയിക്കുക. അപ്പോൾ അവർക്ക് പരമാവധി നമ്മളെ സഹായിക്കാൻ പറ്റും. ഏത് രീതിയിലായിരുന്നു ഈ ഫ്രോഡ് നടന്നത്, നമ്മളെങ്ങനെയാണ് അതിനിരയാവാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അവിടെ നിന്നുള്ള തുടർന്നുള്ള നടപടികൾ എടുക്കാൻ പറ്റും. അതേസമയം നമ്മളവിടെ അവരെ കൺഫ്യൂസ് ചെയ്യിച്ചാൽ വീണ്ടും അവർ ഇതിൻ്റെ അകത്ത് സത്യം നമ്മളുടെ കയ്യിൽ നിന്നുള്ള സത്യം കണ്ടുപിടിച്ച് ആക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ പണം എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗോൾഡൻ നമ്പർ ഓർത്തിരിക്കുക, 1930. അതിനെ നമ്മൾ ഈ ഗോൾഡൻ അവറിനുള്ളിൽ നമ്മൾ ഈ കാര്യം അറിയിക്കുക. അത് മാത്രമാണ്, വൺസ് ഇതിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനെന്നല്ല, എന്തെങ്കിലും പരിഹാരം അതിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ ഉള്ളൂ. ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. അതിലാണ് ഇനി ജീവിക്കേണ്ടത്. അതിനൊപ്പം തന്നെ ഡിജിറ്റൽ തട്ടിപ്പുകളും കൂടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതിനെതിരെ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും നമ്മുടെ ഗാഡ്ജറ്റിൽ നമ്മളുടെ സെക്യൂരിറ്റി സെറ്റിങ്സ് കൃത്യമായിട്ട് ചെയ്യാം. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻസ് ഇടാവുന്ന എല്ലാ സാധനങ്ങളിലും, അതായത് ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും മെയിൽ ഐ ഡിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പാസ്വേഡ് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ ഒരു OTP കൂടി വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. മിക്കവാറും നമ്മളിപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ കയറാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ OTP അടിച്ച് കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ പാസ്വേഡ് അടിച്ച് നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു OTP അയക്കും. ആ OTP കൂടി അടിച്ചാലേ നമുക്ക് ബാങ്കിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഓൺലൈൻ അക്കൗണ്ടുകളിലെല്ലാം മിക്കവാറും എല്ലാത്തിലും തന്നെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉണ്ട്. ഈ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഇത് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് വിശ്വാസമില്ലാത്ത പ്ലേ സ്റ്റോർ, ഐ സ്റ്റോർ ഒക്കെ പോലെയുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന ആപ്പുകളൊക്കെ ഒരു പരിധി വരെ സുരക്ഷിതമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അല്ലെങ്കിൽ പോലും നമ്മൾ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്താം. ഏതെങ്കിലും ആപ്പെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ നിറച്ചു കഴിഞ്ഞാൽ ഏതിലൊക്കെയാണ് സ്പൈവെയറും മാൽവെയറൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ വളരെ സുരക്ഷിതമാണെന്ന് ആക്ട് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവിടെ ഒരു പാരലൽ വേൾഡിലിരുന്ന ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഗാഡ്ജറ്റുകളിൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ എല്ലാ തരത്തിലും ശ്രദ്ധിക്കുക. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ അധികം പെർമിഷൻസ് അവർ ചോദിക്കും. നമ്മളുടെ ഫോട്ടോ ഗാലറി, കോണ്ടാക്ട്സ്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അവർ ആക്സസ് ചോദിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിൽ അത് ഇല്ലാതെ പറ്റില്ല, പെർമിഷൻ കൊടുക്കാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്ത് ആ കാര്യം കഴിയുമ്പോൾ തന്നെ ആ ആപ്പ് കംപ്ലീറ്റ് ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പിന്നെ തുടർന്ന് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എക്സ്പേർട്സ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, അത് കഴിയുമ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം, വീണ്ടും ആവശ്യമുള്ള സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൊണ്ട് ഉപകാരപ്പെടുമോ എന്ന് എനിക്കറിയില്ല, കാരണം നമ്മളിതിൽ ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് ഇവരേത് രീതിയിൽ എവിടെ നിന്ന് വരും എന്ന് നമുക്കറിയില്ല ഈ ഫ്രോഡ്സ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ പഴയ റെയിൽവേയുടെ പരസ്യം ഉണ്ടല്ലോ, ഈ ആളില്ലാത്ത ലെവൽ ക്രോസുകളിൽ കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും നിൽക്കൂ, ശ്രദ്ധിക്കൂ, മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന പോലെ ഈ ഒരു ഗാഡ്ജറ്റ് നമ്മളുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ നമ്മൾ
ഓൺലൈനിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന, ഇൻ്റർനെറ്റിനോട് എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും 2 or 3 പ്രാവശ്യം തിങ്ക് ചെയ്തതിന് ശേഷം ഇത് ശരിയായിരിക്കുമോ എന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എൻ്റെ ഒരു മെയിൽ ഐ ഡി, എൻ്റെ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് ഒരു ലോഗിൻ അറ്റംപ്റ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഇത്രയും സംസാരിച്ച ഞാൻ അതിന് യെസ് കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത് പക്ഷേ ഓഫീസിൽ ആരും എൻ്റെ സ്റ്റാഫ് ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തൊരു മെയിൽ ഐ ഡിയാണ്. ഞാൻ ഉടനെ ഓഫീസിൽ വിളിച്ചു, നമ്മൾ ആരെങ്കിലും ഇത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓഫീസിൽ ആരും അത് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത 2 factor authentication എന്ന് പറയുന്നത് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ അവിടെ എൻ്റർ ചെയ്താൽ മാത്രമാണ് ആൾക്ക് ഇത് ഓപ്പണായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ആ സ്റ്റേജിൽ നമ്പർ ഷെയർ ചെയ്തില്ല. വീണ്ടും എനിക്ക് റിക്വസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ ഡിനൈ ചെയ്തു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിനിടയ്ക്ക് ഒരു 10 or 12 പ്രാവശ്യം ഞാൻ ഇന്ന് എൻ്റെ ആ മെയിൽ ഐ ഡിയിലേക്കുള്ള എൻട്രി ഡിനൈ ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും ഇതിൽ പറഞ്ഞ ഞാൻ ആദ്യത്തെ പ്രാവശ്യം അത് യെസ് ആണ് കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ചില മൊമെൻറ്റിൽ നമ്മൾ അങ്ങനെ, അപ്പോൾ അവിടെ ഞാൻ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഞാൻ യെസ് അടിക്കാൻ. അപ്പോൾ അവിടെ എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് ആർക്കും പറ്റാവുന്ന തെറ്റാണ്. അപ്പോൾ ഈ സൈബർ ലോകത്ത് നമ്മൾ ഇടപെടുമ്പോൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഇടപെടുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ നമുക്കറിവില്ലെങ്കിൽ അറിയാവുന്നവരോട് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജെറി അമൽദേവിൻ്റെ കേസിൽ അദ്ദേഹം പാനിക്കായിട്ട് ബാങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ചെന്ന് ബാങ്ക് മാനേജറെ ത്രട്ടൺ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്തതെന്നാണ് ആ ബാങ്ക് മാനേജർ പറഞ്ഞത്. പക്ഷേ അവർ നിർബന്ധമായിട്ട് ഇത് ചെയ്തു തരില്ല സാർ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണം അതിനെപ്പറ്റി നോളജബിൾ ആയിട്ടുള്ള ഒരാളുമായിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ പോലും അത് പറയാനിട വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സംശയം നമുക്ക് ആദ്യം ജനിക്കുക, ആ സംശയം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്താണെങ്കിൽ മറ്റൊരാളോട് ചോദിച്ച് ക്ലിയർ ചെയ്ത ശേഷം പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. ഡിജിറ്റൽ സാക്ഷരത ഉണ്ടെങ്കിലും ജാഗ്രത വേണം. തീർച്ചയായിട്ടും ഈ എത്ര ഡിജിറ്റൽ സാക്ഷരത ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഈ തെറ്റ് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.